നമ്മൾ ഇനിയും അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ചില പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ കൺമുന്നിൽ നടന്നാലും അങ്ങോട്ടേക്ക് പലരുടെയും നോട്ടമെത്തില്ല. ആ ഘട്ടത്തിൽ പൊതുജനം ഉറക്കെ പറയും, കണ്ണുണ്ടായാൽ പോരസ. കൊച്ചിയിലെ വഴിയോര കച്ചവടക്കാരുടെ ദുരവസ്ഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇത് ഒട്ടേറെ തവണ കൊച്ചി കോർപ്പറേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയതാണ്. പക്ഷേ ഒരു നടപടിയും ആ വിഷയത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പശ്ചിമ കൊച്ചിയിലെ വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സ്മാർട്ട് സിറ്റി കിയോസ്കുകൾ നിർമ്മിച്ചത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകളിലായി 36ഓളം കിയോസ്കുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ട് 6 മാസമായി. പക്ഷേ ഇതുവരെ കച്ചവടക്കാർക്ക് കൈമാറിയിട്ടില്ല. കൊച്ചിൻ കോർപ്പറേഷനോട് ചോദിക്കുമ്പോൾ മൗനമാണ് മറുപടിയെന്ന് കച്ചവടക്കാർ. ഇപ്പോൾ നമുക്കറിയാം, കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിക്കകത്ത് കൊച്ചിൻ കോർപ്പറേഷൻ ഒരു തൂണ് നമ്മൾ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സാങ്ഷൻ വേണം കോർപ്പറേഷന്. പക്ഷേ ഇവിടെ ഇത്തരം കടകൾ പണിതിട്ട് കോർപ്പറേഷൻ അറിയില്ല എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. കാരണം ഈ കടകൾ ഇതിപ്പോൾ അംഗീകരിച്ചു, ഈ നിയമം അംഗീകരിച്ചു. ഞങ്ങൾ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തന്നാൽ മതി. വെൻഡിങ് സോൺ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ കടകൾ പണിയാൻ കച്ചവടക്കാർ തയ്യാറാണ്. അവർക്ക് തറവാടക കിട്ടും, അതിന് പുറമെ ലൈസൻസ് ഫീസും കിട്ടും. ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് പോലും ഈ കാര്യത്തിൽ കാണിക്കുന്ന വലിയ അലംഭാവം അത് വല്ലാത്ത. കോർപ്പറേഷൻ്റെ സെക്രട്ടറിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അധിപൻ. കടകൾ പലതും നശിച്ചു തുടങ്ങി. പൈപ്പുകൾ ഉൾപ്പെടെ മോഷണം പോയിട്ടുണ്ട്. ഇവരിപ്പോൾ പറഞ്ഞത് CSMലാണ് പണിതേക്കുന്നത്, കൊച്ചിൻ കോർപ്പറേഷൻ അറിയില്ലെന്ന് പറയണം. കൊച്ചിൻ കോർപ്പറേഷൻ CSMൽ പറഞ്ഞാൽ കൊച്ചിൻ കോർപ്പറേഷൻ അനുഭവത്തോടെയാണ് ഇത് പണിതതെന്നാണ് അവർ പറയണത്. പക്ഷേ ഇത് പണിതിട്ടിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തിൽ മേലെയായി. പല കടകളും അവിടെ നശിച്ചു തുടങ്ങി. ഇപ്പം മരം വീണു ഇതൊക്കെ. അതുപോലെ ശാസ്ത്രീയമായ രൂപത്തിലാണ് കടകൾ പണിതേക്കണത്. ആസ്പെറ്റോ ഷീറ്റ് വെച്ചിട്ടാണ് 4 സൈഡുകളും ഇത് മറിച്ചേക്കണത്. മേളിലാണ് ഓടായിട്ടേക്കണത്. ഫോർട്ട് കൊച്ചിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ മരത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഓടിട്ട് പണിതിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഓടൊക്കെ ആൾക്കാർ വലിച്ചു പറഞ്ഞ് പഴയ രൂപത്തിലേക്കാവും. 25 സ്ക്വയർ ഫീറ്റിലാണ് കിയോസ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുത്ത സ്ഥലവും നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ആക്ഷേപമുണ്ട്. എന്നാലും എത്രയും പെട്ടെന്ന് കടകൾ കൈമാറണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം. സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ച് സാധാരണക്കാരായ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി നിർമ്മിച്ച കിയോസ്കുകളാണ് ഈ കാണുന്നത്. ഇത് എന്തുകൊണ്ടാണ് തുറന്നു നൽകാത്തതെന്ന് ഇതുവരെയും ഒരു വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷന് നേട്ടമുണ്ടോ എന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് തുറന്നു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണം. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് യഹിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. അതിപ്പോൾ 5-6 മാസമായി പണിതിട്ട് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. അത് തന്നെയല്ല, ആളുകൾ കൊടുത്താൽ തന്നെ കച്ചവടം ചെയ്യാൻ പറ്റിയ ഏരിയയിലായിരിക്കണം കട പണിയേണ്ടത്. വല്ലയിടത്തൊക്കെ പോയി കട പണിതിട്ട് അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞാലും അത് നമുക്ക് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ കച്ചവടം എവിടെ കിട്ടും എന്ന് നോക്കിക്കൊണ്ട് കച്ചവടക്കാരെ അവർക്ക് അവിടെ കച്ചവടം ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള രൂപത്തിൽ ചെയ്തു കൊടുക്കാൻ വേണം. അവിടെ കടകൾ പണിയെന്നും പറഞ്ഞിട്ട് അവിടെ കുറേ കടകളെല്ലാം പണിതിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാര്യവും മനസ്സിലാകുന്നില്ല, ഒരു കാര്യവും നടക്കണമില്ല, ഒന്നുമില്ല. ഇതേപോലെ പല ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നമുക്കും വേണ്ടിയിട്ടാണ് കട പണിതിരിക്കണത്. നമുക്ക് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല. 6 മാസമായി ഇവിടെ ഈ പെട്ടിക്കട കിടക്കുന്നത്. കാരണം മരം വീണിട്ട് 2 പെട്ടിക്കട തകർന്നിരിക്കണേ പരോളിക്ക് റെഡിന്റെ അവിടെ. അതേപോലെ ഇവിടുത്തെ കണ്ട പാർട്ടിയൊന്നുമില്ല. ഇത് ഇങ്ങനെ നശിപ്പിക്കാനുള്ള ഇവർക്ക് സഹായിക്കുള്ളൂ. ഈ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാർക്ക് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി എല്ലാവിധ പിന്തുണയും കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വെൻഡിങ് സമിതിയുടെ ഏറ്റവും വലിയ അധികാരി കൊച്ചിൻ നഗരസഭ സെക്രട്ടറിയാണ്. സ്വാഭാവികമായി ഇക്കാര്യത്തിൽ ഒരു ഗൗരവമായ ഇടപെടലും ജനകീയ കോർപ്പറേഷൻ എന്ന നിലക്ക് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ എന്ന നിലക്ക് ആ കോർപ്പറേഷൻ അടിയന്തരമായി ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിക്കുകയും. പണിത് ഇട്ടിട്ട് അവിടെ അവർ CSMലാണ് പണിതെന്നാണ് പറയണത്. കോർപ്പറേഷൻ ഇതിൻ്റെ ഉത്തരവാദിത്വം അറിയില്ല. ഇവിടെ നേരത്തെ കടകൾ പണിയാൻ അനുവദിച്ചു കൊടുത്തതിന് സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ കൗൺസിലറും കാര്യങ്ങളൊക്കെ എന്താ സംസാരിച്ച് ആ ഒരു വെൻഡിങ് സോൺ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം നിലവിൽ ഇവിടെ സംഭവം സ്റ്റക്കായി നിൽക്കുന്നത്.